ഫാദർ ബോബി ജോസ് കട്ടിക്കാട്, ഏവർക്കും പ്രിയങ്കരനായ ബോബി അച്ഛൻ, ആലപ്പുഴക്കാരുടെ സ്വന്തം അച്ഛൻ, എളിയ ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃക, 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ ആ വലിയ ഇടയൻ്റെ യഥാർത്ഥ അനുയായി, ആലപ്പുഴക്കാരുടെ സ്വന്തം ജനകീയ ഭക്ഷണശാലയ്ക്ക് അടിത്തറ പാകാൻ കാരണമായ കപ്പൂച്ചിൻ മെസ്സിൻ്റെയും 5 അപ്പത്തിൻ്റെയും രക്ഷാധികാരി, വിശക്കുന്നവന് അന്നം ഊട്ടാൻ സദാ സന്നദ്ധനായിട്ടുള്ളവൻ, ഭൂമിയിലെ ഏറ്റവും നല്ല കുശലം പറച്ചിൽ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നതാണെന്ന സത്യം പഠിപ്പിച്ച ചിന്തകൻ, എഴുത്തുകാരൻ, വാഗ്മി, അഭിനേതാവ്, അതിലുപരി ഒരു യഥാർത്ഥ ഗുരുനാഥൻ. നിങ്ങളെൻ്റെ ശരീരത്തെയല്ല കണ്ണുകളിലേക്ക് നോക്കൂ എന്ന് കയർത്ത പ്രണയിനിയെപ്പോലെ നിങ്ങൾ എന്നിലെ മനുഷ്യനെ കാണൂ, മതത്തെയല്ലെന്ന് പറഞ്ഞ യഥാർത്ഥ മനുഷ്യൻ, മനുഷ്യസ്നേഹി. സാധാരണ മനുഷ്യർക്ക് ആർക്കും തോന്നാത്ത അനുതാപം പകർന്നു നൽകിയ ആൾ. ബോബിയച്ചൻ ശരിക്കും ഒരു കടലാണ്, അറിയും തോറും ആഴം കൂടുന്ന കടൽ. മനസ്സിലെ സകല കുറ്റബോധങ്ങളും അനാവശ്യ ചിന്തകളും കഴുകിക്കളയാൻ പറ്റുന്ന കടൽ. 20ലധികം പുസ്തകങ്ങൾ എഴുതിയ എഴുത്തുകാരൻ. ഓരോ പുസ്തകങ്ങളും ഓരോ കടലുകളാണ്. ഗംഗയാണ്, ജോർദാൻ നദിയാണ്, ആനാവെള്ളമാണ്, സംസമാണ്. വായിക്കും തോറും നമ്മൾ പരിശുദ്ധരാകുന്നു. അഗ്നിയെപ്പോലെ, അഗ്നിയെ ഇദം ന മമ. ബോബി അച്ഛനെ അടുത്തറിയാൻ, അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങൾ അറിയാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ ഒന്ന് പോയി വന്നാൽ മതി. വായിച്ചാലും വായിച്ചാലും തീരാത്ത അമൃത കലശങ്ങൾ. അവയിൽ നിന്നെല്ലാം തന്നെ നമ്മൾ വായിച്ചിരിക്കേണ്ട ധാരാളം പുസ്തകങ്ങളുടെ സൂചനകൾ നമുക്ക് ലഭിക്കും. മഹാന്മാരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി എത്ര മനോഹരമായാണ് അവയെ ജീവിതവുമായി അച്ഛൻ സംയോജിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യനെക്കുറിച്ച് അച്ഛനുള്ള ഏറ്റവും വലിയ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: വിചാരണയോ പരിഭവമോ മത്സരമോ താരതമ്യമോ ആവശ്യമില്ലാത്ത തരത്തിൽ എത്ര സമ്പന്നരാണ് നമ്മൾ. ജീവിതം ഒരു ചലച്ചിത്രത്തോളമെങ്കിലും നിശബ്ദതയും ശ്രദ്ധയും അർഹിക്കുന്നുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നയാൾ. ഭൂമിയിലുണ്ടായ എല്ലാ സംഘർഷങ്ങളും സോദരഹത്യയുടെ കഥകൾ തന്നെയാണെന്ന് സങ്കടപ്പെടുന്നയാൾ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആത്മീയതയ്ക്ക് 2 മാനങ്ങളുണ്ട്. കുരിശുപോലെ ഈശ്വരനിലേക്ക് കൂപ്പിയ കരങ്ങളും സഹോദരനിലേക്ക് വിടർത്തിയ കരങ്ങളും. ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ മറന്നു തുടങ്ങുമ്പോൾ അത് അപക്വതയുടെ ഉപമയാകുന്നു. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രത്തോളം ആഴവും പരപ്പുമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നേരിട്ട് കണ്ട് ശ്രവിക്കാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് സനാതന കുടുംബം മൊത്തം. ഏതൊരു തീരുമാനത്തിന് മുൻപും ധ്യാനത്തിൻ്റെ ഒരു ഇടവേളയും മൗനത്തിൻ്റെ സാന്ദ്രതയും വേണമെന്ന് ഓർമ്മിപ്പിച്ച ബോബിയച്ച ഹൃദയത്തിൽ 1000 ദിവ്യബലികൾ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ അവിടുത്തെ സ്വാഗതം ചെയ്യുന്നു.